ഇവൻ പ്രവാചകനല്ല, കാട്ടുകള്ളൻ. പ്രിയമുള്ള പ്രേക്ഷകരെ, ITV ന്യൂസ് ടിജോ തോമസ് എന്ന അടൂർ സ്വദേശിയായ ഒരു കള്ളപ്രവാചകനെ കുറിച്ച് നിരവധി വാർത്തകൾ കൊടുത്തത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. ITV ന്യൂസ് ഒരു വാർത്ത നൽകുന്നത് എന്തെങ്കിലും ഒരു വ്യക്തി വിദ്വേഷത്തിൻ്റെ പേരിലോ വൈരാഗ്യത്തിൻ്റെ പേരിലോ അതല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ടിട്ടോ ഒന്നുമല്ല ഞങ്ങൾ വാർത്ത കൊടുക്കുന്നത്. കൃത്യമായ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പല ആവർത്തി ക്രോസ് ചെക്ക് ചെയ്ത ശേഷം മാത്രമാണ് ഞങ്ങളൊരു വാർത്ത നൽകുന്നത്. ഒരാളോട് പോലും ഞങ്ങളുടെ ശത്രുക്കളോട് പോലും ഞങ്ങൾക്ക് ദേഷ്യമില്ല, വിദ്വേഷമില്ല. അവർക്കെതിരെ ഞങ്ങൾ തെളിവുകളില്ലാതെ വാർത്തകൾ കൊടുക്കില്ല. ടിജോ തോമസിനെതിരെ ഞങ്ങൾ വാർത്ത നൽകിയതിൻ്റെ റീസൺ, ഈ സാത്താൻ ഉപാസകനായ, ആഫ്രിക്കയിൽ പോയി വിച്ച് ക്രാഫ്റ്റ് ചെയ്യുന്ന ഈ പൈശാചികദാസൻ്റെ അടുത്ത് കേരളത്തിലെ UDF ഒരു പ്രമുഖ നേതാവ്, പ്രതിപക്ഷ നേതാവ്, വിജയിച്ചാൽ അടുത്ത തവണ മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞ് നടക്കുന്ന VD സതീശൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ഈ പൈശാചികദാസന്റെ പൈശാചിക കേന്ദ്രത്തിൽ പോവുകയും അവൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുകയും അവനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും സ്വന്തമായി പ്രാർത്ഥിക്കുന്നത് പോരാഞ്ഞിട്ട് പല കോൺഗ്രസ് നേതാക്കന്മാരെയും ഇത്തരം വിശ്വാസങ്ങൾക്കെതിരെ ശക്തമായി പോരാടിയ PT തോമസിന്റെ ഭാര്യ ഉമാ തോമസിനെ വരെ ഈ പൈശാചികന്റെ മുന്നിൽ കൊണ്ട് കുനിഞ്ഞ് കയ്യും കുപ്പി നിർത്തിച്ച ഈ VD സതീശനെതിരെ, അതുപോലെ ഇവന്റെ പൈശാചിക കേന്ദ്രത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നടത്തിയ ഇയാളുടെ സംഭാഷണമൊക്കെയാണ് ഞങ്ങൾ വാർത്തകളായി നൽകിയത്. ഇത് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ, തിരഞ്ഞെടുപ്പെടുക്കാറായപ്പോൾ ഈ നാറിയ നിലപാടുകളുടെ രാജകുമാരന് ക്ഷീണം സംഭവിക്കും എന്ന് മനസ്സിലാക്കി ഈ വീഡിയോ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഈ VD സതീശന്റെ വലങ്കയ്യായ ഒരു യുവനേതാവ് ഞങ്ങളെ സമീപിച്ചു. അയാൾ ഞങ്ങളോട് അപേക്ഷിച്ചു, ദയവായി ആ വീഡിയോകൾ മാറ്റിക്കൊടുക്കണം, രാഷ്ട്രീയപരമായി അത് വലിയ ദോഷം ചെയ്യും, അപ്രകാരമുണ്ടായാൽ എനിക്കും നല്ലൊരു ഭാവി ഉണ്ടാവും. അതുപോലെ ഇയാൾ ഒന്നും രണ്ടുമല്ല 13 ലക്ഷം രൂപയാണ് ആ വാർത്തകൾ മാറ്റിക്കൊടുക്കുവാൻ ഞങ്ങൾക്ക് ഓഫർ ചെയ്തത്. ഞങ്ങളതെല്ലാം സശ്രദ്ധം കേട്ടു, ഡോക്യുമെൻ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ കൃത്യമായ നിലപാട് അറിയിച്ചു. യാതൊരു കാരണവശാലും ഞങ്ങൾ പബ്ലിഷ് ചെയ്ത വീഡിയോകൾ നീക്കം ചെയ്യില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇയാളുടെ ഭാര്യയെ കൊണ്ട് ഞങ്ങൾക്ക് ഈ വിവരം തന്ന ആ സ്ത്രീയെക്കുറിച്ചൊരു പരാതി കൊടുത്ത് അവരെ വിരട്ടുവാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഭീഷണികൾ മുഴക്കി. ഞങ്ങൾ ഇതിന് വശംവദരാകത്തില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വാധീനമുള്ള, എനിക്ക് ബന്ധമുള്ള പലരെയും ചെന്ന് സമീപിച്ച് ഇത്തരത്തിലുള്ള ഓഫർ കൊടുത്തു. അതുകൊണ്ടൊന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇവർ യൂട്യൂബിൽ വ്യാജ പരാതികൾ കൊടുത്തു. യൂട്യൂബിനെ സമീപിച്ച് തെരുതെരെ ഞങ്ങളുടെ ചാനൽ പൂട്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സൈബർ കൊട്ടേഷൻ ചെയ്യുന്ന ആളുകളെ കൊണ്ട് ITV ന്യൂസ് പൂട്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തുടർച്ചയായി കോപ്പിറൈറ്റ് സ്ട്രൈക്കുകളായി അടിച്ച് ഏതാണ്ട് 6ഓളം സ്ട്രൈക്കുകൾ തുടരെ 3 സ്ട്രൈക്കുകൾ അടിച്ചപ്പോൾ നമുക്കറിയാം 3 സ്ട്രൈക്ക് വന്നാൽ ചാനൽ പൂട്ടേണ്ട അവസ്ഥ വരും. അപ്രകാരമുണ്ടായി. പക്ഷേ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഞങ്ങൾ ചടുലമായി തന്നെ യൂട്യൂബിനെ ഞങ്ങൾ വിവരമറിയിച്ചു. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്, ഞങ്ങൾ നൽകിയതെല്ലാം കൃത്യമായും ഞങ്ങളുടെ യഥാർത്ഥ വീഡിയോകളാണ്, ഇവർക്കതിൽ അവകാശവാദം ഉന്നയിക്കാൻ പറ്റത്തില്ല, യൂട്യൂബ് ചോദിച്ച യാതൊരു എക്സ്പ്ലനേഷനും അവർക്ക് നൽകുവാൻ സാധിച്ചില്ല. അങ്ങനെ ഞങ്ങളുടെ കൗണ്ടർ നോട്ടിഫിക്കേഷൻ യൂട്യൂബ് പരിഗണിക്കുകയും ആ സ്ട്രൈക്കുകളെല്ലാം നിർവീര്യമാകുകയും ചെയ്തു. 14 ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ നൽകിയ ആ വാർത്തകളെല്ലാം ഇപ്പോൾ ITV ന്യൂസിൽ തിരികെ വന്നിരിക്കുകയാണ്. പല പ്രേക്ഷകരും കരുതിയിട്ടുണ്ടാവാം ഞങ്ങൾ പണം വാങ്ങി ആ വാർത്തകൾ പിൻവലിച്ചു, അതല്ലെങ്കിൽ ഇയാളുമായി എന്തെങ്കിലും സന്ധിയുണ്ടാക്കി ഞങ്ങൾ ആ വീഡിയോകൾ മാറ്റിയതാണ് എന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം ഞങ്ങളുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായി വരുന്നത്. ഞങ്ങൾ നൽകിയ ആ വാർത്തകളൊന്നും പിൻവലിച്ചിട്ടില്ല. അതിൻ്റെ ഒരു കാരണം, ഒരു 14 ദിവസത്തേക്ക് ആ വാർത്തകൾ കാണാതിരുന്നതിൻ്റെ കാരണം ഇതാണ്. വ്യാജ പരാതികൾ നൽകി ഞങ്ങളുടെ ആ
വീഡിയോകൾ ഇവർ യൂട്യൂബിനെ കൊണ്ട് ടേക്കൺ ബാക്ക് ചെയ്യിപ്പിച്ചു. അതിപ്പോൾ യൂട്യൂബിന് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായി. ആ വീഡിയോകളെല്ലാം തിരികെ ഇപ്പോൾ ITV ന്യൂസിൽ വന്നിട്ടുണ്ട്. ആ വീഡിയോകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഫോറൻസിക് പാച്ചറുടെ ഉടായ്പകൾ വെളിപ്പെടുത്തി വീട്ടമ്മ രംഗത്ത്. ഇയാളുടെ വർഷങ്ങളോളം ഇയാളുടെ പൈശാചിക കേന്ദ്രത്തിൽ പോയിരുന്ന ഒരു വീട്ടമ്മ ഇയാളുടെ സകല തരികടകളും വെളിപ്പെടുത്തിയ ഒരു വീഡിയോ ആയിരുന്നത്. ആ വീഡിയോ ഇപ്പോൾ ITV ന്യൂസിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ലക്ഷക്കണക്കിന് ആളുകൾ അത് ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞു. ആ വീഡിയോ ITV ന്യൂസിലുണ്ട്. അതുപോലെ ഹവോല അപ്പോത്തൊലിയനും സതീശനും തമ്മിലുള്ള ബന്ധമെന്ത്? ഞങ്ങളെ ഞെട്ടിച്ച ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ VD സതീശൻ എന്ന് പറയുന്ന ഇയാളുടെ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു ഏജന്റാണ് ഈ ടിജോ തോമസ് എന്ന ഈ കള്ളപ്പാച്ചർ. ദുബായ് വഴി ഇയാളുടെ പൈശാചിക കേന്ദ്രം വഴി VD സതീശന്റെ കള്ളപ്പണം ഇവിടെ നിന്ന് അവിടേക്കും അവിടെ നിന്ന് ഇവിടേക്കും എത്തിക്കുകയും പല ഹവാല ഇടപാടുകളും ഇവർ തമ്മിൽ നടത്തുന്നുണ്ട്. അതിനുള്ള കടലാസ് കമ്പനികൾ ഇവരുടെ പേരിലുണ്ട് എന്ന യാഥാർത്ഥ്യം ഞങ്ങൾക്ക് മനസ്സിലായി. അതിനെക്കുറിച്ചുള്ള ആ വാർത്തയായിരുന്നു ഞങ്ങൾ കൊടുത്തത്. ഇത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളാരും കാണാതിരിക്കാൻ വേണ്ടിയാണ് ഇയാൾ 13 ലക്ഷം രൂപ ഞങ്ങൾക്ക് ഓഫർ ചെയ്തതും അതിന് വശംവദരാകാതിരുന്നപ്പോൾ ആ വാർത്തകൾ ഇയാൾ യൂട്യൂബിനെ കൊണ്ട് മാറ്റാൻ ശ്രമിച്ചതും. പാസ്റ്റർ ടിജോ തോമസിന്റെ 3G ആയി പോയ പ്രവചനങ്ങൾ എന്നും പറഞ്ഞ് 3ാമത്തെ വീഡിയോ നൽകിയിരുന്നു. അതും ഇതുപോലെ വ്യാജ പരാതി നൽകി പിൻവലിപ്പിച്ചു. ആ വീഡിയോയും ഇപ്പോൾ തിരികെ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഞങ്ങൾ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇയാളെക്കുറിച്ച് കൊടുത്തിരുന്ന വീഡിയോകൾ ഉണ്ടായിരുന്നു. ആ വീഡിയോ സഹിതം ഇവർ പരാതി കൊടുത്ത് യൂട്യൂബിനെ കൊണ്ട് ആ വീഡിയോ പിൻവലിപ്പിച്ചിരുന്നു. ആ വീഡിയോകളെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ്. ഒന്ന്, ഫോറൻസിക് പാച്ചറുടെ തള്ളയ്ക്ക് വിളി. ഇയാൾ ദുബൈയിൽ ഒരു പെണ്ണുപിടുത്തത്തിന് പോയ ശേഷം ഇയാളുടെ സെക്സ് ചാറ്റ് എല്ലാം ലീക്കായി. അതിനുശേഷം ഇയാൾ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്ന് ടാക്സി ഡ്രൈവർമാരെ പച്ചയ്ക്ക് തെറിവിളിക്കുന്ന ഒരു വീഡിയോ ആണ് അത്. അതുപോലെ ഫോറൻസിക് പാച്ചറെ ഒന്ന് പ്രവചിക്കാമോ, ഈ സെക്സ് ചാറ്റ് പുറത്തുവിട്ടതാര്? ഇയാൾ സ്വയം അവകാശപ്പെടുന്നത് ഇയാൾ പ്രവാചകനാണ് എന്നാണ്. എന്നാൽ ഇയാൾ ദുബൈയിലെ ഹോട്ടലിൽ പോയിരുന്ന് നടത്തിയ ആ സെക്സ് ചാറ്റിന്റെ വിശദ വിവരങ്ങളും സ്ക്രീൻഷോട്ടും ഞങ്ങൾ നൽകുകയുണ്ടായി. ഇവൻ വലിയ പ്രവാചകനാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇയാളുടെ ഈ സെക്സ് ചാറ്റ് ചോർന്നതും ഈ വിവരങ്ങൾ തന്നത് ആരാണെന്നും ഇയാളുടെ പ്രവചനത്തിൽ ഇയാൾക്ക് പറയുവാൻ സാധിക്കുന്നില്ല. ഗർഭാവസ്ഥയിലുള്ള ആ ഭ്രൂണത്തിന്റെ കളർ വരെ, ലിംഗം വരെ ഇയാൾ നിർണയിക്കുന്ന, പ്രവചിച്ചു പറയുന്ന ആളാണ് ഇയാൾ. പക്ഷേ സ്വന്തം കാര്യം വന്നപ്പോൾ ഇയാൾക്ക് ഈ കാര്യത്തിൽ ഉത്തരം മുട്ടിപ്പോയി. അതുകൊണ്ട് ഈ കള്ളനെ ഞങ്ങൾ വെല്ലുവിളിച്ച ഒരു വാർത്തയായിരുന്നു അത്. അതുപോലെ ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഫോറൻസിക് പാച്ചർ. ഇവൻ അറിയപ്പെടുന്നത് ഫോറൻസിക് പാച്ചർ എന്നാണ്. അതായത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത സകല കാര്യങ്ങളും, ഒരാളുടെ തലയിൽ എത്ര മുടിയുണ്ടെന്ന് വരെ ഇയാൾ എണ്ണി പറയുമത്രേ. തങ്കമണിയുടെ വീടിന് ചുറ്റുമുള്ള വേലിപ്പത്തലിന്റെ എണ്ണം വരെ ഇയാൾ കൃത്യമായി പറയുമത്രേ. അങ്ങനെയുള്ള ഈ കള്ളപ്പാച്ചറെ, ഇവന്റെ ഈ കള്ളത്തരങ്ങൾ പൊളിച്ചടുക്കിക്കൊണ്ട് ITV ന്യൂസ് നൽകിയ വാർത്തയായിരുന്നു. ഒരു 3 വർഷം മുമ്പ് ഞങ്ങൾ നൽകിയ വാർത്തയായിരുന്നു അത്. ടിജോ തോമസ് പാസ്റ്ററല്ല, സാത്താൻ സേവകൻ എന്ന് പറഞ്ഞ് ഞങ്ങളൊരു വാർത്ത 2 വർഷം മുമ്പ് നൽകിയിരുന്നു. കാരണം ഇയാൾ ആഫ്രിക്കയിൽ പോയി അവിടെയുള്ള സാത്താൻ സേവക്കാരന്മാരുടെ പൈശാചിക പരിപാടിയിൽ പോയി പങ്കെടുക്കുകയും അവിടെ നിന്ന് കാര്യങ്ങൾ പഠിച്ച് ഇവിടെ വന്ന് ഈ സാത്താൻ സേവ നടത്തുന്നതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ദൃശ്യങ്ങളടക്കമുള്ള വാർത്തയാണ് ഞങ്ങൾ നൽകിയത്. അന്നേരം ഇത്രയും വീഡിയോകൾ യൂട്യൂബിന് വ്യാജ പരാതി കൊടുത്ത് പിൻവലിപ്പിച്ചതെല്ലാം ഇന്ന് ITV ന്യൂസിൽ തിരികെ വന്നിട്ടുണ്ട്. ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ കാണുന്ന എല്ലാ വാർത്തകളുടെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ കള്ളപ്രവാചകനെ, ഇവൻ്റെ പൈശാചിക കേന്ദ്രം പൂട്ടിക്കണമെങ്കിൽ സത്യക്രിസ്ത്യാനികൾ, സത്യവിശ്വാസികളെല്ലാം ഈ വീഡിയോകൾ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുക. ഇവൻ്റെ പൈശാചിക കേന്ദ്രം പൂട്ടിക്കുക. ഈ കള്ള ടിജോ തോമസ് എന്ന് പറയുന്നവൻ ഇവനൊരു പൈശാചികദാസനാണ്. ഇവന് ദൈവവുമായി യാതൊരു ബന്ധവുമില്ലെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. ഇവൻ്റെ പൈശാചിക സ്ഥാപനത്തിൻ്റെ പേര് ഗ്രേസ് ഫാമിലി ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്നാണ്. ഗ്രേസ് ഫാമിലി ഇന്റർനാഷണൽ മിനിസ്ട്രീസ്. ഇവൻ സ്വയം വിശേഷിപ്പിക്കുന്നത് പ്രോഫറ്റ് ടിജോ തോമസ് എന്നാണ്. ഇവൻ പ്രോഫറ്റ് അല്ല, ഇവൻ കാട്ട് കള്ളനാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഇവൻ്റെ കച്ചവടം ഇവൻ ആരംഭിച്ചത് അടൂരിലാണ്. അടൂരിൽ അത്യാവശ്യം പച്ച പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇവൻ കൊച്ചിയിലാണ് ഇപ്പോൾ താമസം. കൊച്ചിയിൽ നാട്ടുകാരെ പറ്റിച്ച് കോടികളുടെ മണിമാളികയൊക്കെ പണിത് അവിടെ സുഖമായി ഇവൻ വാഴുകയാണ്.
ഈ കള്ളനെ നിങ്ങൾ മനസ്സിലാക്കുക. ഈ കള്ളൻ എല്ലാ ദിവസവും രാവിലെ ദൈവവചനം എന്ന് പറഞ്ഞ് ഇവൻ ലൈവായി വരുന്നുണ്ട്. വോയിസ് ഓഫ് സാത്താൻ എന്നാണ് ഇവന്റെ ലൈവ് പരിപാടിയുടെ പേര്. രാവിലെ 7 മണിക്ക് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ഇവൻ 1 മണിക്കൂർ ഈ സാത്താൻ വേദം ഓതുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ഈ കള്ളന്റെ വലയിൽ ആരും അകപ്പെടാതെ സൂക്ഷിക്കുക. ഇവന്റെ വലയിൽപ്പെട്ടാൽ ഇവൻ പണം അപഹരിക്കും, സ്ത്രീകളുടെ മാനം അപഹരിക്കും. ഇതുപോലൊരു പെണ്ണുപിടിയൻ വേറെയില്ല എന്ന് 100 കണക്കിന് അനുഭവ സാക്ഷ്യമായി ITV ന്യൂസിലൂടെ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ കേൾക്കാം. അതുപോലെ പ്രേക്ഷകരോട് ചോദിക്കാനുള്ളത്, ഇവന്റെ പൈശാചിക കൂട്ടായ്മയിൽ പോയവരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, സുന്ദരിയായ ഭാര്യയെ മോഹിച്ച് ഓർക്കസ്ട്രയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഓർക്കസ്ട്രാംഗത്തിന്റെ അയാൾക്ക് അപകടമരണമുണ്ടാക്കി അയാളുടെ ഭാര്യയെ തട്ടിയെടുത്ത ആ കള്ളന്റെ പേര് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? വരും ദിവസങ്ങളിൽ ITV ന്യൂസ് ആ തട്ടിപ്പിന്റെ ആ വഞ്ചനയുടെ ഒരു മനുഷ്യ മനസാക്ഷിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മ്ലേച്ഛതകൾ പ്രവർത്തിച്ച ഒരു പൈശാചിക കള്ളന്റെ ലീലാവിലാസങ്ങൾ ഞങ്ങൾ ITV ന്യൂസിലൂടെ വെളിപ്പെടുത്തുന്നതായിരിക്കും. കാത്തിരിക്കുക. VD സതീശൻ എന്ന് പറയുന്ന ഈ മനുഷ്യനെ ഞങ്ങൾ വെറുതെ വിമർശിക്കുകയാണെന്നാണ് പലരും ആദ്യമേ കരുതിയത്. എന്നാൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് VD സതീശന് എന്തുകൊണ്ടാണ് ITV ന്യൂസിന് 13 ലക്ഷം രൂപ യുവനേതാവിനെ മുന്നിൽ നിർത്തി ഓഫർ ചെയ്തത്, അവൻ എന്തുകൊണ്ടാണ് ഇത് പേടിച്ചത് എന്നതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. VD സതീശന്റെ ഈ വീഡിയോകൾ കിടക്കുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ വീഡിയോകൾ സൈബർ കൊട്ടേഷൻ ടീമിനെ ഏൽപ്പിച്ച് ഇയാൾ പിൻവലിപ്പിക്കുവാൻ നോക്കിയെന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കണം. പ്രേക്ഷകർ ഇനി കാണാൻ പോകുന്ന ആദ്യ വീഡിയോ എന്ന് പറയുന്നത് ഈ VD സതീശൻ എന്ന് പറയുന്ന ഈ സാത്താൻ സേവകൻ, ഇവൻ ഒരു നായർ സമുദാംഗമായെന്ന് പറയുന്നു. അതുപോലെ ക്ഷേത്ര ദർശനം നടത്തും, തുലാഭാരം ഒക്കെ നടത്തും. അതോടൊപ്പം തന്നെ പോയി ഇതുപോലുള്ള സാത്താൻ സേവകന്മാരുടെ പൈശാചിക കേന്ദ്രങ്ങളിൽ പോയി കുനിഞ്ഞു നിൽക്കുന്നവനാണെന്ന് യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ കള്ളനായിരിക്കണോ അല്ലെ ഇതുപോലുള്ള ഒരു അന്ധവിശ്വാസിയും ഒരു അരാജകവാദിയുമായിരിക്കണോ നമ്മുടെ നാടിനെ ഭരിക്കേണ്ടുന്നത് എന്ന് ജനങ്ങൾ തീരുമാനിക്കുക. ഇനി ആദ്യമേ കാണാൻ പോകുന്നത് തൃക്കാക്കര തെരഞ്ഞെടുപ്പ് സമയത്ത് പത്തനംതിട്ട MP ആയ ആൻഡോയുമൊത്ത് ഉമാ തോമസിനെയും ചേർത്ത് പിടിച്ച് ഈ പൈശാചികദാസന്റെ പൈശാചിക കേന്ദ്രത്തിൽ പോയി നിന്ന് ഇവർ പ്രാർത്ഥിക്കുന്നതും കുനിഞ്ഞു നിൽക്കുന്നതും കാണുക. വലിയ ജയത്തെ ദൈവം ഇതിനകത്ത് കൊടുക്കുന്നതിനായിട്ട് ദൈവത്തിന്റെ കാര്യത്തിന്റെ ചലനം ഞങ്ങൾക്ക് കാണണം. കർത്താവ് ദൈവത്തിന്റെ കാര്യം ഇവിടെ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കും. ആ വലിയ ജയത്തെ ദൈവം കൊടുക്കുന്നതിനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം സാറിന് കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷം, അതിനേക്കാൾ നമ്പർ കൂടത്തക്ക രീതി ഒരു വലിയ ജയം ഈ നിയമസഭാ മണ്ഡലത്തിൽ ദൈവം കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. അത് 20,000-നും മുകളിലേക്ക് ഭൂരിപക്ഷം പോകത്തക്ക നിലയിൽ ദൈവത്തിന്റെ കരവിനകത്ത് വരാൻ പോകുന്നതിന് സ്തോത്രം. ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത് ഈ VD സതീശന്റെ തലയിൽ കൈവച്ച് ആ സാത്താൻ പ്രാർത്ഥിക്കുന്നതാണ്. അവൻ എത്ര ഭൂരിപക്ഷം കിട്ടുന്നത് വരെ അവൻ പ്രവചിക്കുന്നു. കാണുന്നത് പറയാം, നിങ്ങളുടെ ടീമിന് വലിയൊരു ജയം ഉണ്ടാകും. അത് ഈ പരാപരമുള്ള ജയമല്ല, അത് ആധികാരിക ജയമായിരിക്കും. വലിയ ജയങ്ങൾ ഞാൻ കാണുന്നത് നിങ്ങളുടെ ടീം ജയിക്കുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും ജയിക്കുന്നത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് VD സതീശൻ ഈ പൈശാചികദാസന്റെ പൈശാചിക സ്ഥാപനത്തിന്റെ വാർഷികത്തിന് നൽകിയ ആ സന്ദേശമാണ്. ഇത്തരം തട്ടിപ്പുകളും ഉടായ്പകളും ഹവാല ഇടപാടുകളുമായി നടത്തുന്ന ഈ കള്ളന് ഇയാൾ എത്ര ധൈര്യത്തോടെയാണ് ഒരു ആശംസ നൽകുന്നത് എന്ന് ഒരിക്കൽ കൂടി കാണുക. ഈ വീഡിയോകൾ ഈ പൈശാചികന്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലും മറ്റെല്ലാ സോഷ്യൽ മീഡിയയിലും കൊടുത്തിരുന്നതെല്ലാം ഞങ്ങൾ ഇപ്രകാരം വാർത്ത നൽകുന്നതിനെ തുടർന്ന് അതെല്ലാം പിൻവലിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ വാർത്തകൾ നൽകിയിരുന്ന ITV ന്യൂസിന്റെ വീഡിയോ ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾക്കെതിരെ ഇയാൾ സൈബർ കൊട്ടേഷൻ കൊടുത്തത് എന്ന യാഥാർത്ഥ്യവും ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയണം. ഇജോ പാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ഗ്രേസ് ഫാമിലി ചർച്ച് 12ാമത് വാർഷികത്തിലേക്ക് കടക്കുകയാണ്. ആത്മീയമായ അന്വേഷണങ്ങൾ നടത്തുകയും എല്ലാവരുടെയും മനസ്സുകളിലേക്ക് വലിയ ക്രൈസ്തവ സന്ദേശം പടർത്തിവിടുകയും ചെയ്യുന്ന വലിയൊരു കൂട്ടായ്മയാണ് ഗ്രേസ് ഫാമിലി ചർച്ച്. ഇജോ പാസ്റ്ററുടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്തെമ്പാടും ഉള്ള ഒരുപാട് വിശ്വാസികൾ ഈ ചർച്ചിന്റെ സഹയാത്രികരായി കൂടെയുണ്ട്. പലപ്പോഴും എന്നെ വ്യക്തിപരമായി വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവചനാത്മകമായ കാര്യങ്ങൾ വളരെ ഭംഗിയായി പറയുകയും നമ്മുടെ നാടിനെക്കുറിച്ച്
നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചുമെല്ലാം കൃത്യമായ കാഴ്ചപ്പാടും വിശ്വാസത്തിന്റെ ആഴവും എപ്പോഴും പ്രതിഫലിക്കുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് ഗ്രേസ് ഫാമിലി ചർച്ച്. 12 വർഷങ്ങൾ എന്ന് പറയുന്നത് ഒരു വ്യാഴവട്ടക്കാലമാണ്. ഈ ഒരു വ്യാഴവട്ടക്കാലം ഒരുപാട് മനുഷ്യരുടെ മനസ്സിലേക്ക് ഈ ക്രൈസ്തവ സന്ദേശം എത്തിക്കാനും ആത്മീയമായ അന്വേഷണങ്ങൾക്ക് പുതിയ തലങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകാനും കഴിഞ്ഞു എന്നുള്ളതാണ് അഭിമാനത്തോടെ ടിജോ പാസ്റ്ററിനും ഗ്രേസ് ഫാമിലി ചർച്ചിനും തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇനിയും ദൈവാനുഗ്രഹത്തോടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ ഈ സത്യം മനസ്സിലാക്കണം. ഈ വിഡിസിസ് എന്ന് പറയുന്ന ഈ നരാധമനാണ് ഇതുപോലുള്ള പൈശാചിക കേന്ദ്രങ്ങളിലും സ്ഥാപനങ്ങളെയും ഒക്കെ വളർത്തുന്നത്. ഇവൻ ഒരേ സമയം ഈശ്വരവിശ്വാസമുണ്ടെന്ന് അഭിനയിക്കുകയും ഇങ്ങനെയുള്ള സാത്താന്മാരുടെ അടുത്ത് പോയി കുനിഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ആളാണ്. ഇവന്റെ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഏജന്റാണ് ഇതുപോലുള്ള സാത്താന്മാർ. ഇവനൊന്നും പ്രോഫറ്റ് അല്ല. ഇവന്റെ ഒന്നും പൈശാചിക കേന്ദ്രത്തിലേക്ക് ഒരു മനുഷ്യന്മാർ പോലും പോകരുത്. ഇവന്റെ പൈശാചിക സ്ഥാപനം പൂട്ടിക്കുന്നതുവരെ നമ്മളുടെ പ്രവർത്തനങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.